എന്നിട്ട് വെളിച്ചം കാണുമ്പോൾ ആ വെളിച്ചത്തിൽ ഞാൻ കാണുന്ന കഥകൾ മുഴുവൻ എനിക്കെതിരാ. അമ്മ വാ. എങ്ങോട്ട്? എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട്. വേണ്ട, ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. എന്നെ ഒരുപാട് നിർബന്ധിക്കല്ലേ അമ്മ. ഈ അസുഖം കഴിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരു കാര്യത്തിന് എന്നെ വല്ലാതെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ദേഷ്യം വരും. കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും. ദാ ഇത് കണ്ടോ, ഇതുപോലെ. പിന്നെ ഒരുതരം ഭ്രാന്ത. തലയിൽ എന്തൊക്കെയോ മൂളി പറക്കുന്നത് പോലെ തോന്നും. ചോര കാണും തോന്നും. ആളുകൾ പിടയുന്നത് കാണണമെന്ന് തോന്നും. മുമ്പ് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ള ഭ്രാന്തും തോന്നലൊക്കെ വരുമ്പോ അമ്മയുടെ അടുത്തിരിക്കാൻ. അമ്മ സംസാരിച്ച് ശാന്തനാക്കി തരാമെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെ ഇരുത്തി അമ്മ എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടില്ലേ, പാട്ടുപാടി തന്നിട്ടില്ലേ, അങ്ങനെ ഉറക്കിയിട്ടില്ലേ? പറയേ, പറയമ്മേ. അതൊന്നും നിന്നെ മാറ്റിയില്ലല്ലോ. മാറും അമ്മേ. ഭാര്യയുടെയും വേറൊരുത്തിന്റെയും കല്യാണം നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന ജീവനെ കുറിച്ച് കേൾക്കുന്നവരാരും ജീവന്റെ പക്ഷത്ത് നിൽക്കില്ലമ്മേ. എല്ലാരും ജീവനെ പരിഹസിക്കും, കോമാളിയായിട്ട് കാണും. അത്രേ ഉണ്ടാവൂ. നാളത്തെ ദിവസം എനിക്കുള്ളതമ്മേ. രജിസ്റ്റർ ഓഫീസിൽ നിരത്തി വെച്ച രജിസ്റ്റർ ബുക്കിലെ അവരുണ്ടല്ലോ, അവര് രണ്ടാളും ഒപ്പിടുന്നു. തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ അമ്മ? അവരൊപ്പിടുന്നുണ്ടോന്നറിയാൻ. എന്നിട്ട് അവർ ഒപ്പിടുകയാണെങ്കിൽ പിന്നെ ഞാൻ അഭിഷേകം ചെയ്യും. ഒപ്പിട്ടവരെ മാത്രമല്ല, ഒപ്പിടാൻ അവസരം ഒരുക്കിയവരെ. ദാ ഇതുപോലെ. അമ്മേ, അമ്മ, അമ്മേ, അമ്മേ. ജീവ സാർ, ജീവ സാർ, തുറക്കമ്മേ. അമ്മ, അമ്മേ, അമ്മയുടെ രക്ഷകരെത്തിയല്ലോ. ജീവ സാർ, അമ്മേ കഥ തുറക്കമ്മേ. അമ്മ. സ്നേഹത്തിന്റെ വില ഗംഭീരമാണമ്മേ. അമ്മേ, അത് തിരിച്ചറിയാത്തത് എനിക്ക് മാത്രമാ. അമ്മേ ഇത് എന്തെടുക്കാ? കഥ തുറക്ക്. അമ്മേ,
കഥ തുറക്കമ്മേ. എനിക്കറിയാവുന്നത് ചോരയുടെയും ജീവന്റെയും വില. അമ്മേ അമ്മേ സാർ അമ്മ ചാം ചക്ക ചും ചക്ക ചുമ്മനും ചക്ക ഛാ. വല്ലാത്ത സന്തോഷമാണല്ലോ. അതിന് നിനക്കെന്താ? ഓ, കണ്ടത് കൊണ്ട് ചോദിച്ചതാ. ആഹാ. എടീ, നീ ഇനി കാണാൻ പോണതേ ഉള്ളൂ. ഇതിപ്പോ സന്തോഷത്തിനൊരു ചെറു പൂത്തിരി കത്തുന്നുണ്ട്. എന്തുവാ ഇനി വരാൻ പോണത്? സന്തോഷത്തിന്റെ വലിയൊരു പൂരപ്പറമ്പാ. ആ, പൂരപ്പറമ്പാവുമ്പോ ആനയ്ക്ക് മതവിളകാം, വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിക്കാം, ശോ. അങ്ങനൊക്കെ സംഭവിക്കാം. അതൊക്കെ നിന്റെ മനസ്സിലെ ആശയാണ്. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കൂല. നാളത്തെ വിവാഹം നടക്കുന്നതിന്റെ സന്തോഷത്തിലാണോ ഈ അഹങ്കാരം? അയ്യോ, അതിനെന്തിനാ മോളെ പ്രത്യേകിച്ചൊരു അഹങ്കാരം? അതൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും. ആ വിവാഹം നടക്കുന്നതോടുകൂടി വേറെ ചില കാര്യങ്ങൾക്ക് തീരുമാനമാകും. ആ, ഹും,